ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവും ആഴം അന്ധകാരവുമായിരുന്നു. ദൈവാത്മാവ് ജലത്തിൽ പ്രവർത്തിച്ചു, പ്രകാശം ഉണ്ടാകട്ടെ. ദൈവം അരുൾ ചെയ്തു, പ്രകാശം ഉണ്ടാവുകയും ചെയ്തു. വെളിച്ചം നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. പ്രകാശത്തെ അന്ധകാരത്തിൽ നിന്ന് അവിടുന്ന് വേർതിരിച്ചു. പ്രകാശത്തെ പകലെന്നും അന്ധകാരത്തെ രാത്രിയെന്നും അവിടുന്ന് വിളിച്ചു. അങ്ങനെ സന്ധ്യയായി, ഉഷസ്സായി മൂന്നാം ദിവസം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, ജലങ്ങളെ തമ്മിൽ വേർതിരിക്കാൻ ജലങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ. അപ്രകാരം തന്നെ സംഭവിച്ചു. ദൈവം ഒരു വിധാനം ഉണ്ടാക്കി. അതിന് കീഴിലുള്ള ജലങ്ങളെ മുകളിലുള്ളവയിൽ നിന്നും വേർതിരിച്ചു. അവിടുന്ന് ആ വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. അങ്ങനെ സന്ധ്യയായി, ഉഷസ്സായി രണ്ടാം ദിവസം. ആകാശത്തിന് കീഴിലുള്ള ജലങ്ങൾ ഒരിടത്ത് വന്നു ചേരുകയും വരണ്ട സ്ഥലം പ്രത്യക്ഷപ്പെടുകയും ചെയ്യട്ടെ. ദൈവം കൽപ്പിച്ചു. അപ്രകാരം സംഭവിച്ചു. വരണ്ട സ്ഥലത്തെ ഭൂമിയെന്നും ഒന്നിച്ചു കിടന്ന ജലങ്ങളെ സമുദ്രമെന്നും അവിടുന്ന് വിളിച്ചു. അവ നന്നായിരിക്കുമെന്ന് ദൈവം കണ്ടു. വീണ്ടും ദൈവം അരുൾ ചെയ്തു, തൃണങ്ങളും വിത്തുകളും ഉണ്ടാകുന്ന സസ്യങ്ങളും വിത്തുകളും കാനികൾ പുറപ്പെടുവിക്കുന്ന ഫലവൃക്ഷങ്ങളും ഭൂമിയും മുളപ്പിക്കട്ടെ. അപ്രകാരം സംഭവിച്ചു. വിവിധ തരത്തിലുള്ള തൃണങ്ങളും വിത്തുകളുണ്ടാകുന്ന സസ്യങ്ങളും വിത്തുള്ള കനികളും പുറപ്പെടുവിക്കുന്ന ഫലവൃക്ഷങ്ങളും ഭൂമിയും മുളപ്പിച്ചു. അവ നന്നായിരിക്കുമെന്ന് ദൈവം കണ്ടു. അങ്ങനെ സന്ധ്യയായി, ഉഷസ്സായി മൂന്നാം ദിവസം. വീണ്ടും ദൈവം കൽപ്പിച്ചു, പകലും രാത്രിയും വേർതിരിക്കുന്നതിന് ആകാശവിധാനത്തിൽ ദീപങ്ങൾ ഉണ്ടാകട്ടെ. അവ കാലങ്ങളും ദിവസങ്ങളും വർഷങ്ങളും നിർണയിക്കുന്നതിനുള്ള അടയാളങ്ങളായിരിക്കട്ടെ. ഭൂമിയിൽ വെളിച്ചം വീശാൻ അവ ആകാശമണ്ഡലത്തിൽ പ്രകാശിക്കട്ടെ. അപ്രകാരം സംഭവിച്ചു. പകലിനെ ഭരിക്കാനും വലുതും രാത്രിയെ ഭരിക്കാൻ ചെറുതും അങ്ങനെ രണ്ടും മഹാദീപങ്ങൾ ദൈവം സൃഷ്ടിച്ചു. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രകാശം വീശുന്നതിന് അവിടുന്ന് അവയെ ആകാശമണ്ഡലത്തിൽ സ്ഥാപിച്ചു. പകലിനെയും രാത്രിയെയും ഭരിക്കാനും പ്രകാശത്തെയും അന്ധകാരത്തെയും വേർതിരിക്കാനുമാണ് അവയെ അപ്രകാരം സ്ഥാപിച്ചത്. അവ നന്നായിരിക്കുമെന്ന് ദൈവം കണ്ടു. അങ്ങനെ സന്ധ്യയായി, ഉഷസ്സായി നാലാം ദിവസം. വീണ്ടും അവിടുന്ന് അരുൾ ചെയ്തു, ജലങ്ങൾ ജീവജാലങ്ങളെ കൊണ്ട് നിറയുകയും പക്ഷികൾ ഭൂമിക്ക് മുകളിൽ ആകാശമണ്ഡലങ്ങൾ കീഴിൽ വളർന്നെടുക്കുകയും ചെയ്യട്ടെ. അപ്രകാരം സംഭവിച്ചു. വലിയ തിമിംഗലങ്ങളെയും ജലത്തിൽ ജനിക്കുന്നതും നീന്തി നടക്കുന്നതുമായ എല്ലാത്തരം ജീവജാലങ്ങളെയും സമസ്തജാതി പറവകളെയും ദൈവം സൃഷ്ടിച്ചു. അവ നന്നായിരിക്കുമെന്ന് അവിടുന്ന് കണ്ടു. പെരുകി വർദ്ധിച്ചു, സമുദ്രജലത്തിൽ നിറയുകയും പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. അങ്ങനെ സന്ധ്യയായി, ഉഷസ്സായി അഞ്ചാം ദിവസം. കന്നുകാലികളും ഇഴജന്തുക്കളും വന്യമൃഗങ്ങളും അടങ്ങുന്ന എല്ലാത്തരം ജീവജാലങ്ങളെയും ഭൂമി പുറപ്പെടുവിക്കട്ടെ. ദൈവം കൽപ്പിച്ചു. അപ്രകാരം സംഭവിച്ചു. എല്ലാത്തരം വന്യമൃഗങ്ങളെയും സമസ്തജാതി കന്നുകാലികളെയും ഭൂമിയിലൂടെ എഴുന്നടക്കുന്ന എല്ലാ ഇനം ജന്തുക്കളെയും ദൈവം സൃഷ്ടിച്ചു. അവയെല്ലാം നന്നായിരിക്കുമെന്ന് അവിടുന്ന് കണ്ടു. ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമ്മുടെ സാദൃശ്യത്തിലും ഛായയിലും നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം. സമുദ്രത്തിലെ മത്സ്യങ്ങളുടെയും വായുവിലെ പക്ഷികളുടെയും കന്നുകാലികളുടെയും സമസ്ത വന്യമൃഗങ്ങളുടെയും ഭൂമിയിലൂടെ എഴുന്നടക്കുന്ന എല്ലാ ജന്തുക്കളുടെയും മേൽ അവന് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു. തൻ്റെ സാദൃശ്യത്തിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. പുരുഷനും സ്ത്രീയുമായി അവിടുന്ന് അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. പെരുകി വർദ്ധിക്കുകയും ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കിഴക്കുകയും സമുദ്രത്തിലെയും മത്സ്യങ്ങളുടെയും വായുവിലെ പക്ഷികളുടെയും കന്നുകാലികളുടെയും ഭൂമിയിൽ എഴുതുന്ന ജന്തുക്കളുടെയും മേൽ ആധിപത്യം വഹിക്കുകയും അവിടുന്ന് അരുൾ ചെയ്തു. ദൈവം പിന്നെയും അരുൾ ചെയ്തു, ഭൂമിയിൽ വളരുന്ന വിത്തുള്ള എല്ലാ ചെടികളും വിത്തുള്ള കനികളും പുറപ്പെടുവിക്കുന്ന എല്ലാത്തരം ഫലവൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരുന്നു. ഭൂമിയിലുള്ള എല്ലാ വന്യമൃഗങ്ങൾക്കും വായുവിലുള്ള എല്ലാ പറവുകൾക്കും ഭൂമിയിൽ ചലിക്കുന്നതും ജീവശ്വാസമുള്ളതുമായ എല്ലാ ജന്തുക്കൾക്കും ഭക്ഷണമായി പച്ചച്ചെടികൾ ഞാൻ തരുന്നു. അപ്രകാരം തന്നെ സംഭവിച്ചു. താൻ ഉണ്ടാക്കിയ സമത്വം വളരെ നന്നായിരിക്കുമെന്ന് ദൈവം കണ്ടു. അങ്ങനെ സന്ധ്യയായി, ഉഷസ്സായി ആറാം ദിവസം. അങ്ങനെ ആകാശം ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർത്തിയാക്കപ്പെട്ടു. ദൈവം തൻ്റെ പ്രവൃത്തികളെല്ലാം ആറാം ദിവസം പൂർത്തിയാക്കുകയും ഏഴാം ദിവസം എല്ലാ ജോലികളിൽ നിന്നും വിരമിച്ച് വിശ്രമിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക.
എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് ഏറ്റവും വലിയവനാകുന്നു. മഹത്വവും തേജസ്സും അങ്ങ് അണിഞ്ഞിരിക്കുന്നു. മേലങ്കി പോലെ അങ്ങ് പ്രകാശം അണിഞ്ഞിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് ഉറപ്പിച്ചു. അത് ഒരിക്കലും ഇളകിപ്പോവുകയില്ല. വസ്ത്രം കൊണ്ടെന്ന പോലെ അങ്ങ് ഭൂമിയെ ആഴികൊണ്ട് ആവരണം ചെയ്തു. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവനെ ഭൂമിയുടെ മുഖം പുതുക്കണമേ. നീർച്ചാലുകൾ നദികളിലേക്ക് ഒഴുകുവാൻ അങ്ങ് കൽപ്പിച്ചു. അവ പർവ്വതങ്ങളുടെ കിളർപ്പിലൂടെ ഒഴുകുന്നു. അവയുടെ സമീപത്ത് ആകാശത്തിലെ പറവകൾ വസിക്കുന്നു. മരക്കൊമ്പുകളുടെ ഇടയിൽ അവ പാടുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. അങ്ങയുടെ മാളികയുടെ മുകളിൽ നിന്ന് അങ്ങ് മലകളെ നനയ്ക്കുന്നു. അങ്ങയുടെ പ്രവൃത്തികളുടെ ഫലത്തിൽ നിന്ന് ഭൂമി തൃപ്തിയടയുന്നു. അങ്ങ് മൃഗങ്ങൾക്ക് വേണ്ടി പുല്ല് മുളപ്പിക്കുന്നു. മനുഷ്യരുടെ ഉപയോഗത്തിനായി അങ്ങ് സസ്യങ്ങൾ നൽകി. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. കർത്താവേ, അങ്ങയുടെ പ്രവർത്തനങ്ങൾ ബഹുമുഖങ്ങളത്രേ. സമസ്തവും അങ്ങ് ബുദ്ധിപൂർവ്വം ചെയ്തിരിക്കുന്നു. അങ്ങയുടെ സൃഷ്ടികൾ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ.